വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. കേരള ഫുഡീസ് ക്ലബിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. നമുക്കിനി നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മാവ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 2 സ്പൂൺ ഈസ്റ്റാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ചെറിയ ചൂടുവെള്ളം ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം ചൂടുവെള്ളം. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം. മാവ് ഇപ്പോൾ ഇതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും ഇതൊന്ന് നന്നായി പൊന്തി വരും. ഇതൊന്ന് പൊന്തി വരുന്ന നേരം കൊണ്ട് നമുക്കിതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ ഫില്ലിങ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 3 സവാള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾ ഏതാണ് കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കണേന്ന് വെച്ചാൽ അത് ചേർക്കാം. ഇനി ഈ സവാള ഒന്ന് വേഗം വഴന്ന് വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. സവാള ഇത്രയും വഴന്ന് വരുമ്പോൾ നമുക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്കൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. എരിവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയ്ക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ചിക്കനാണ്. ചിക്കൻ ഞാനിവിടെ എല്ല് കളഞ്ഞ് അത് ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ച് ഇതുപോലെ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 300-350 ഗ്രാമോളുണ്ട്. അത് ചിക്കൻ നമുക്ക് മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കാം. മസാലയൊക്കെ ഒന്ന് ചിക്കനുമ്മേ പിടിക്കണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വേപ്പില ഒന്ന് കട്ട് ചെയ്തിടാം. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഇടാം കേട്ടോ. നമ്മുടെ ഇപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കാം. നമ്മുടെ മാവ് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായി പൊന്തി വന്നിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് ഓരോ ബോളുകളാക്കി എടുക്കാം. നമുക്കിനി മാവ് ഓരോ ബോളുകളാക്കിയിട്ട് എടുക്കാം. മാവ് ഇപ്പോൾ ഞാനിങ്ങനെ ബോളുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നൊരു ബോളെടുത്ത് ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തണം. ഇതുപോലെ കയ്യിൽ വെച്ചൊന്ന് പരത്തിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് വെക്കാം. ഫില്ലിങ് വെച്ചതിന് ശേഷം ഇതുപോലെ ഒട്ടിച്ചെടുക്കാം, അടയ്ക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കാം. ഫില്ല് ചെയ്തതൊന്ന് അടച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ഷേപ്പിലൊന്നാക്കിയിട്ട് ഒന്ന് റോൾ ചെയ്യാം. ഇങ്ങനെ വേണ്ട, നമുക്കിപ്പോൾ ഇതേ ഷേപ്പിലാക്കി എടുക്കാൻ പറ്റും. വേണ്ട, ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബോൾസും ആക്കിയെടുക്കാം. ഞാനിപ്പോൾ മാവ് ഫില്ലിങ്ങും കൂടി ചേർത്ത് ഇതുപോലെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. നമുക്കിനിത് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കണ പോലെ തന്നെ മുട്ടയിൽ ഒന്ന് മുക്കിയെടുത്ത്
ഞാനിവിടെ 2 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ബ്രെഡിൻ്റെ പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ബ്രെഡിൻ്റെ പൊടിയിലും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാം ചെയ്യാം. ഇപ്പോൾ എല്ലാ റോൾസും ഇതുപോലെ മുട്ടയിലും ബ്രെഡിൻ്റെ പൊടിയിലും കൂടി കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, കുക്കിംഗ് ഓയിൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഓയിൽ ചൂടായി വരുമ്പോൾ ഓരോന്ന് ഇട്ട് കൊടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം ഇട്ടിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഉൾഭാഗം വേവാതെ വരും. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചും ഇങ്ങനെ റോൾ ചെയ്ത് തന്നെ ഇങ്ങനെ. അപ്പോൾ എല്ലാ ഭാഗവും നന്നായി വെന്ത് കിട്ടും. നമുക്കിത് ഇതുപോലെ ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റോട് കൂടി തന്നെ നമുക്കിത് വീട്ടിലുണ്ടാക്കാനായിട്ട് സാധിക്കും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.